ബോൺജൂർ തോലുമോൻ, നമസ്കാരം. ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. അവൻ മാർക്കറ്റിൽ നിന്ന് വരുന്നു. അവൾ ബീച്ചിൽ നിന്ന് വരുന്നു. സോ ഇതെല്ലാം വരുന്നു എന്നുള്ള വേർബാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വരുന്നു എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ വെനീർ എന്നുള്ള വേർബാണ്. വെനീർ മീൻസ് ടു കം. വെനീർ, VENIR എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. ഫ്രഞ്ചിൽ പറയുകയാണെങ്കിൽ VENER. സോ വെനീർ ഇസ് ദ വേർബ് വി ആർ ഡീലിംഗ് വിത്ത് ടുഡേ. സോ അതിന്റെ കോൺജുഗേറ്റഡ് ഫോംസ് ആണ്, അതായത് ഡിഫറെന്റ് ഫോംസ്. അതായത് ഐ കം, ഷീ കംസ്, അങ്ങനെ 2 ഫോമേ ഇംഗ്ലീഷിലുള്ളൂ. പക്ഷേ ഫ്രഞ്ചിലാണെങ്കിൽ ഈ 6 ഫോമുകളുണ്ട്. നമുക്ക് ഇതിന്റെ കോൺജുഗേറ്റഡ് ഫോംസ് നോക്കാം വെനീറിൻ്റെത്. സോ വെനീർ മീൻസ് ടു കം. സോ je viens ഈസ് ഐ കം. je viens, ഐ കം. യു കം എങ്ങനെ പറയുക? ചുവിയ, ചുവിയ. സോ ചു എന്നുള്ളതിന് 2 ഫോം ഉണ്ട്, അതായത് വൂ ഫോമും കൂടി ഉണ്ട്. ഇപ്പൊ വൂ വെനെ എന്നാണ് അടുത്ത ഫോം. സോ ജവിയ, ചുവിയ, വൂ വെനെ. ആൻഡ് നെക്സ്റ്റ് ഫോം ഏതാണ്? ദെൻ ഷീ കംസ്, ഹീ കംസ്. സോ ഹീ കംസ്, ഷീ കംസ് എങ്ങനെ പറയാം? ഇൽ വിയ ഈസ് ഹീ കംസ് ആൻഡ് ഷീ കംസ് ഈസ് എൽ വിയ. എൽ വിയ എന്നാണ് ദെൻ ഷീ കംസ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത്. സോ ദെൻ നെക്സ്റ്റ് ഫോം എന്താണ്? വി കം എന്നുള്ളതിന് നമ്മൾ സ്പോക്കൺ ഫ്രഞ്ചിലാകുമ്പോൾ ON എന്നുള്ള ഫോമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഓം വിയ, ഓം വിയ എന്നാണ് നമ്മൾ വി കം എന്നുള്ളതിന് സ്പോക്കൺ ഫ്രഞ്ചിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഓ എന്നുള്ളതിന് പകരം നമ്മൾ റിട്ടേൺ ഫോമിൽ ന്യൂ എന്നുള്ള ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂ വെനോ എന്നാണ് നമ്മൾ പറയുന്നത്. ന്യൂ വെനോ. സോ ന്യൂവിൻ്റെ ഒപ്പം എപ്പോഴും ONS എന്നുള്ള എൻഡിങ്ങിലുള്ള ഫോമാണ് വരുന്നത്. സോ ന്യൂ വെനോ. നെക്സ്റ്റ് ഫോം എന്താണ്? ദേ എന്നുള്ള ഫോമാണ്. ദേയിൽ ഇല്ലും എല്ലും ആണ് വരുന്നത്. ILS ആൻഡ് ELLES. അപ്പോൾ ILSന്റെ ഒപ്പം വരുന്നത് എന്താണ്? VN എന്നുള്ള ഫോമാണ്. VN. സോ ഇൽ VN എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ എൽ, ഒരു ഫീമെയിൽ ഗ്രൂപ്പ് ആണെങ്കിലോ ഫീമെയിൽ ഗ്രൂപ്പ് ആണെങ്കിൽ LVN എന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ VN എന്ന് പറയുമ്പോഴും NT എന്നുള്ള ഫോം വരും. എപ്പോഴും പ്ലൂറൽ ഫോമിൽ എപ്പോഴും NT, അതായത് VIENNENT എന്നുണ്ട്. സോ ദാറ്റ് ഈസ് ILVN ആൻഡ് LVN. അപ്പോൾ ഒന്നും കൂടി നോക്കാം. സോ ഐ കം ഈസ് je viens, യു കം ഈസ് tu viens, അല്ലെങ്കിൽ നമുക്ക് വൂ ഫോമാറ്റിൽ വൂ വെനെ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഹീ കംസ് ആൻഡ് ഷീ കംസ്, ഇൽ വിയ ആൻഡ് എൽ വിയ. സോ ദെൻ സ്പോക്കൺ ഫ്രഞ്ചിലാകുമ്പോൾ നമ്മൾ എന്താ പറയുക? ON വെച്ചിട്ടാ പറയാ. അപ്പോൾ ഓം വിയ. ദെൻ റിട്ടേൺ ഫോമാറ്റിലാകുമ്പോൾ ന്യൂ ആണ്. ന്യൂ വെനോ, ന്യൂ വെനോ. ദെൻ നെക്സ്റ്റ് ഫോമാറ്റ് എന്താണ്? ദേ. സോ ഇൽ വിയൻ, LVN. സോ ഇതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എന്താണ് വെനീർ എന്നുള്ളതിന്റെ, കം എന്നുള്ളതിന്റെ forms. And now we are going to looking to 25 simple everyday sentences with the verb venir. അപ്പോൾ I come എന്നൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസ്, I come, you come, they come എന്നൊക്കെയുള്ള വെച്ചിട്ടുള്ള സം സെന്റൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ്? ഞാൻ ഫ്രാൻസിൽ നിന്ന് വരുന്നു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വരുന്നു, അവൾ ബീച്ചിൽ നിന്ന് വരുന്നു. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ സെന്റൻസസ് എങ്ങനെ വരാന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ആദ്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഐ കം ഫ്രം ഫ്രാൻസ് എന്നാണ്. ഐ കം ഫ്രം ഫ്രാൻസ് എന്ന് എങ്ങനെയാണ് ഞാൻ പറയുക? ഐ കം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? je viens എന്നാണ് പഠിച്ചത്. സോ je viens ഫ്രം ഫ്രാൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രം ഫ്രാൻസ് എന്ന് പറയാനായിട്ട് de France എന്നാണ് പറയുന്നത്. DE എന്നുള്ള അതായത് പ്ലേസസ് പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഇവിടെ വയ്ക്കുന്നത്. je viens de France, ഫ്രം ഫ്രാൻസ് എന്ന് പറയാം. ഐ കം ഫ്രം ഫ്രാൻസ്, je viens de France, je viens de France. ദെൻ എനിക്ക് അടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ജപ്പാനിൽ നിന്ന് വരുന്നു. ഐ കം ഫ്രം ജപ്പാൻ. അതായത് ജപ്പാനിലാണ് ഒരാൾ ജനിച്ചു വന്നത്. സോ ഐ കം ഫ്രം ജപ്പാൻ എന്ന് അയാൾ എങ്ങനെ പറയുക? ഐ കം ഫ്രം ജപ്പാൻ. സോ je viens തന്നെ പറയാം. ആൻഡ് ജപ്പൂൺ എന്നാണ് നമ്മൾ ഫ്രഞ്ചിൽ പറയുക. ജപ്പാനിനെ ജാപ്പൂൺ, JAPON എന്നാണ് നമ്മൾ പറയുന്നത്. ജാപ്പൂൺ, ജപ്പൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ജപ്പാൻ, അതായത് മെയിൽ രാജ്യങ്ങളും ഉണ്ട്, ഫീമെയിൽ രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ je viens de France എന്നാണ്. de France. ഇത് ഫ്രാൻസ് എന്നുള്ളത് ഒരു ഈൽ എൻഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ അതൊരു ഫീമെയിൽ നേഷനാണ്. അപ്പൊ ഫീമെയിൽ നേഷന്റെ മുന്നിൽ നമ്മൾ DE എന്നുള്ളതായിരുന്നു നമ്മൾ വെച്ചത്. പക്ഷെ ഇപ്പോൾ ജപ്പാന്റെ കാര്യത്തിൽ എന്താണ്? അതൊരു ഫീമെയിൽ നേഷൻ അല്ല, മെയിൽ നേഷൻ ആണ്. അപ്പൊ je viens du Japon എന്നാണ്. DU ആണ് നമ്മളിവിടെ വെക്കുക. ഡ്യൂ ജാപ്പോ. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. je viens du Canada, ഡ്യൂ കാനഡ, ബിക്കോസ് കാനഡ എന്താണ്? ഒരു മെയിൽ നേഷൻ ആണ്. അപ്പൊ മെയിൽ നേഷൻ എന്ന് വരുമ്പോൾ നമ്മൾ ഡ്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫീമെയിൽ നേഷൻ ആയിട്ടുള്ള ഫ്രാൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ de France എന്നാണ് നമ്മൾ വെച്ചത്. de France, de Swiss, de Chine. ചൈനയിൽ നിന്ന് വരുന്നതിന് de Chine, de Swiss അങ്ങനെയാണ് നമ്മൾ വെക്കുക.
ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മെയിൽ രാജ്യങ്ങളിലും ഫീമെയിൽ രാജ്യങ്ങളിലും വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ദ ഫോൺസ് ഡി ആണ് വെക്കുക, ആൻഡ് മെയിൽ രാജ്യമാണെങ്കിൽ ഡി യു ആണ് വെക്കുക, ഡി യു, ഡ്യൂ ജാപ്പോങ്. സോ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്, ഐ കം ഫ്രം ജപ്പാൻ, ജെ വിയാൻ ഡ്യൂ ജാപ്പോങ്. ദെൻ നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത്, സോ ഈ മെയിൽ രാജ്യം ഫീമെയിൽ രാജ്യം അല്ലാതെ നമുക്ക് പ്ലൂറൽ നേഷൻസ് ഉണ്ട്. അപ്പൊ പ്ലൂറൽ നേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നെതർലാൻഡ്സ്, ഫിലിപ്പൈൻസ്, അതൊക്കെ പ്ലൂറൽ നേഷൻസിലാണ് വരുന്നത്. എനിക്ക് പറയേണ്ടത് എന്താ വെച്ചെങ്കിൽ ഞാൻ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഞാൻ എന്ത് പറയും, ജെ വിയാൻ ദേസ് എത്താസ്വിനി, DES ആണ് ഞാനിവിടെ വെക്കുന്നത്, ഡ്യൂം ദും അല്ല, DES ആണ്. അപ്പൊ ദേസ് എത്താസ്വിനി, ജെ വിയാൻ ദേസ് എത്താസ്വിനി, ഐ come from United States, Vian Des Etats-Unis. ഓക്കെ, അപ്പൊ ഈ 3 ഫോംസും നമ്മൾ പഠിച്ചല്ലോ. ദ ഫ്രം ഫീമെയിൽ കൺട്രി, ഡ്യൂ ഫ്രം മെയിൽ രാജ്യം, ആൻഡ് DES ഫോർ പ്ലൂറൽ നേഷൻസ് ലൈക്ക് എത്താസ്വിനി ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദേസ് എത്താസ്വിനി. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ ഇനി പറയുവാണ്, എന്താണ്, ഐ കം ഫ്രം ഇന്ത്യ എന്ന് എനിക്ക് പറയണം. ഐ കം ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നുള്ളതിന് IND എന്നാണ് നമ്മൾ പറയുന്നത്, ആന്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ആന്ത് എന്ന് പറയാനായിട്ട് ആണെങ്കിൽ നമ്മൾ അതൊരു ഫീമെയിൽ നേഷൻ ഐയിലാണല്ലോ എൻഡ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ദ ഫോൺസ്, ഐ കം ഫ്രം ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ജെ വിയാൻ ദ ഫോൺസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്, ജെ വിയാൻ ദ ആന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചെങ്കിൽ ദ ആന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വവലുകൾ അടുപ്പിച്ചു വന്നു. അപ്പൊ ദർ ഈസ് എ പ്രശ്നം. എന്താ വെച്ചെങ്കിൽ ഒരു എലിസിയോ എന്നുള്ള പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യണം. 2 വവലുകൾ അടുപ്പിച്ച് വരുമ്പോൾ ഒരു വവലിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ എങ്ങനെയായി മാറും അത്, DE എന്നുള്ളത് മാറിയിട്ട് D അപ്പസ്ട്രോഫി നടുക. അപ്പൊ ദാന്ത് എന്നാ വായിക്കുക, D അപ്പസ്ട്രോഫി, ജെ വിയാൻ ദാന്ത്, ദ ആന്ത് എന്നല്ല വായിക്കുക, ദാന്ത് എന്നാ വായിക്കുക. അപ്പോൾ je viens d'Inde is I come from India. ഓക്കെ, സോ നമ്മൾ je viens വെച്ചിട്ട് ഒരെണ്ണം കൂടി ഞാൻ പറയാം. അതായത് എനിക്ക് പറയേണ്ടത് ഐ കമ്മിങ് ടു സീ യു, ഐ കം ടു സീ യു. എങ്ങനെ പറയുക, je viens te voir, നിന്നെ കാണാനാണ് ഞാൻ വരുന്നത്. സോ je viens te voir, നിന്നെ കാണാൻ. voir is the verb for to see. സോ voir, VOIR is see എന്നുള്ള കാണുക എന്നുള്ള ഒരു verb ആണ്. സോ je viens te voir. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് നീ വരുന്നു, അതായത് നീ സ്കൂളിൽ നിന്ന് വരുന്നു, നീ മാർക്കറ്റിൽ നിന്ന് വരുന്നു, നീ ബേക്കറിയിൽ നിന്ന് വരുന്നു, ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എനിക്ക് പറയേണ്ടത്, നീ എവിടെ നിന്ന് വരുന്നു എന്നാ പറയേണ്ടത്, നീ സ്കൂളിൽ നിന്ന് വരുന്നു എന്ന് എങ്ങനെയാ പറയുക, tu viens de l'école, tu viens de l'école എന്നാണ് എന്താണ് നീ സ്കൂളിൽ നിന്ന് വരുന്നു എന്നുള്ളതിന് പറയുന്നത്. പക്ഷെ tu viens de l'école. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത്, നീ മാർക്കറ്റിൽ നിന്ന് വരുന്നു, നീ മാർക്കറ്റിൽ നിന്ന് വരുന്നു എന്ന് എങ്ങനെ പറയാം, മാർക്കറ്റിനെ നമ്മൾ മാർഷേ എന്നാ പറയുന്നത്. അപ്പൊ tu viens du marché, tu viens du marché എന്നാണ് നമ്മൾ പറയുന്നത്, du marché. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് എന്താണ്, നീ ബേക്കറിയിൽ നിന്ന് വരുന്നു, ബേക്കറിയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അതിന് മുന്നിൽ ദ ല എന്നുള്ള ഫോം വയ്ക്കുന്നത്. tu viens de la boulangerie, boulangerie is bakery, so tu viens de la boulangerie, de la boulangerie. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ 3 സ്ഥലത്ത് സ്കൂളിൽ നിന്ന് വരുന്നു, നീ സ്കൂളിൽ നിന്ന് വരുന്നു, നീ മാർക്കറ്റിൽ നിന്ന് വരുന്നു, നീ ബേക്കറിയിൽ നിന്ന് വരുന്നു. ഈ 3 സ്ഥലത്തും എന്താണ് പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ആദ്യത്തേല് എക്കോൾ എന്നുള്ളത് ഒരു, അതായത് സ്കൂൾ എന്നുള്ളതിനെ എക്കോൾ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ എക്കോൾ എന്നുള്ളത് ഒരു വവ്വല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് DEL അപ്പസ്ട്രോഫി ഇട്ടത്, ദ ലെക്കോൾ എന്നാണ് നമ്മൾ ഇട്ടത്. പിന്നെ അടുത്തതാവുമ്പോൾ മാർഷ് എന്നുള്ളത് ഒരു മെയിൽ സ്ഥലമാണ്, മെയിൽ സ്ഥലത്തിന്റെ മുന്നിൽ നമ്മളെപ്പോഴും DU എന്നുള്ളതാണ് വെക്കുക, ഡ്യൂ മാർഷി. സോ നീ മാർക്കറ്റിൽ നിന്ന് വരുന്നു, tu viens du marché. ദെൻ ബേക്കറി എന്നുള്ളത്, ബുളോൺഷറി എന്നുള്ളത് ഒരു ഫീമെയിൽ സ്ഥലമാണ്, ഫീമെയിൽ സ്ഥലമാകുമ്പോൾ ദ ലായാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ tu viens de la boulangerie, de la boulangerie എന്നാണ് പറയുന്നത്. സോ ദെൻ എനിക്ക് ഇനി അടുത്ത് പറയേണ്ടത് you come with me, you come with me. അപ്പൊ വിത്ത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ, വിത്ത് എന്നുള്ളതിന് നമ്മൾ avec എന്നാ പറയുന്നത്. സോ tu viens avec moi, എന്റെ കൂടെ. സോ നീ എന്റെ കൂടെ വരൂ എന്നാണ് പറയുന്നത്. tu viens avec moi എന്നാണ് you come with me എന്നുള്ളതിന് പറയേണ്ടത്. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് വൂ ഫോർമാറ്റിലാ. വൂ ഫോർമാറ്റിലാകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, വെനീറിന്റെ വൂ ഫോർമാറ്റ് എന്താണ്, വൂ വെനെ എന്നുള്ളതാണ്. സോ വൂ വെനെ എന്താ എനിക്ക് പറയേണ്ടത്, യു കം ടുമോറോ എന്നാണ് എനിക്ക് പറയേണ്ടത്, യു കം ടുമോറോ. അപ്പൊ വൂ വെനെ ദമ ഈസ് ടുമോറോ. സോ യു കം ടുമോറോ, വൂ വെനെ ദമ. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് എന്താ വെച്ചെങ്കിൽ യു കം ഡയറക്ട്ലി, നേരിട്ട് അങ്ങോട്ട് വന്നോ എന്നങ്ങനെ പറയേണ്ടത്. അപ്പൊ നീ നേരിട്ട് അങ്ങോട്ട് വന്നോ എന്നെങ്ങനെ പറയാ, നീ നേരിട്ട് വന്നോ. സോ വൂ വെനെ directement, ഡയറക്ട്ലി എന്നുള്ളതിന് directement എന്ന് പറയാം. സോ വൂ വെനെ directement എന്ന് പറയാം. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് യു കം ടു ദ പാർട്ടി,
യു കം ടു ദ പാർട്ടി. പാർട്ടി എന്നുള്ളതിന് നമുക്ക് ഫെത്ത് എന്ന് പറയാം. അപ്പോൾ വു വെനെ ആ ലാ ഫെത്ത്, വു വെനെ ആല ഫെത്ത് എന്ന് പറയാം. ആല ഫെത്ത്. ഫെത്ത് എന്നുള്ളത് ഒരു ഫീമെയിൽ വേർഡ്, അതുകൊണ്ട് ആല എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ആല ബുളോൺഷറി എന്നാണല്ലോ നമ്മൾ എന്താണ് ടു ദ ബേക്കറി എന്നുള്ളതിന് നമ്മൾ വെക്കുന്നത്. സോ വു വെനെ ആല ഫെത്ത് എന്നാണ് നമ്മൾ പാർട്ടിക്ക് വരാൻ പറയുന്നത്. യു കം ടു ദ പാർട്ടി എന്നുള്ളതിന് വു വെനെ ആല ഫെത്ത്. ഇനി നമുക്ക് പറയേണ്ടത് ഇല്ലും എല്ലും വെച്ചിട്ടാണ്. അപ്പൊ ഇല്ലിന്റെയും എല്ലിന്റെയും എന്താണ് കോൺജുഗേഷൻ എന്താണ്? ഇല്ലിന്റെ ഒപ്പം വിയ എന്നുള്ളതാണ്. വിയ എന്നാണ് പറയുന്നെങ്കിലും എന്താണ് നേരത്തെ ജുവിയ ചുവിയ എന്ന് പറഞ്ഞ പോലെ എസ് അല്ല എൻഡിങ്ങിൽ. ഇവിടെ എന്താണ് ഹി കംസ് ഷീ കംസ് എന്നുള്ളതിന് ടി ആണ്, VIENT ആണ് നമ്മൾ ചേർക്കുന്നത്. സോ ഹി കംസ് ബൈ ബൈക്ക്, ഹി കംസ് ബൈ സൈക്കിൾ. ഹി കംസ് ബൈ സൈക്കിൾ എന്നെങ്ങനെ പറയും? ഇൽ വിയ ആ വേലോ, ആ വേലോ എന്നാണ് നമ്മൾ സൈക്കിളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയുന്നത്. നടന്നു വരുവാണെങ്കിലും അങ്ങനെ തന്നെ. ഹി കംസ് ബൈ വാക്ക് എന്ന് പറയുകയാണെങ്കിൽ ആ പി എ എന്നാണ് പറയുന്നത്. സോ ആ വേലോ ആ പി എ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇൽ വിയ ആ വേലോ ഹി കംസ് ബൈ സൈക്കിൾ എന്ന് പറയാം. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് ഹി കംസ് ടു ദ യൂണിവേഴ്സിറ്റി. He comes to the university. എന്നെങ്ങനെ പറയും? Il vient à l'université. He comes to the university. Il vient à l'université. A and L apostrophe U ആണ് വരുന്നത്. Because université എന്നുള്ളത് എന്താണ്? U vowel ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ he comes to the university എന്ന് പറയാനായിട്ട് il vient à l'université എന്നാണ് പറയുന്നത്. എനിക്ക് പറയേണ്ടത് എൽ വെച്ചിട്ടുള്ളതാണ്. അതായത് ഷീ കംസ് എന്നൊക്കെ വെച്ചിട്ടുള്ളതാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഇവിടെയും ഇൽ വിയ എന്ന് വെച്ച പോലെ ടി ആണ് വരയ്ക്കുന്നത്. എൽ വിയ VIENT ആണ് വെക്കുന്നത്. അപ്പൊ എൽ വിയ എന്താണ് എനിക്ക് പറയേണ്ടത്? ഷീ കംസ് ടു ദ ബീച്ച് എന്നാണ് എനിക്ക് പറയേണ്ടത്. സോ എൽ വിയ ആ ലാ പ്ലാഷ്. പ്ലാഷ് എന്നുള്ളത് ഒരു ഫീമെയിൽ സ്ഥലമാണ്. അപ്പൊ ലാ പ്ലാഷ് എന്നാണ് പറയുന്നത്. ആ ലാ പ്ലാഷ്. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് ഷീ കംസ് ടു ദ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് എന്നുള്ളത് ഒരു എന്താണ്? നേരത്തെ പറഞ്ഞത് പ്ലാഷ് എന്നുള്ളത് ഫീമെയിൽ ഇതാണ്. അപ്പൊ അത് ലാ പ്ലാഷ് എന്നാണ് പറഞ്ഞത്. എനിക്ക് റെസ്റ്റോറന്റ് ആണ് എനിക്ക് പറയേണ്ടത് അടുത്ത്. റെസ്റ്റോറന്റ് ഇസ് എ മെയിൽ സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഓ റെസ്റ്റോറോ എന്നാണ് പറയുന്നത്. അപ്പൊ എൽ വിയ ഓ റെസ്റ്റോറോ എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് നമ്മൾ ഇതൊരു ഡിഫറെന്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ തന്നെ സംഭവിച്ചത്, ജസ്റ്റ് ഹാപ്പൻ, അങ്ങനെയൊക്കെ ഉള്ളത് പറയാനായിട്ട് നമ്മൾ എന്താ പറയാ? വിയാന്ത് എന്നുള്ള ഒരു ഫ്രേസ് ആണ് നമ്മളൊക്കെ. വിയാന്ത് ഇപ്പൊ തന്നെ നടക്കുന്നത്. അപ്പൊ എന്താണ്? ഐ ജസ്റ്റ് ഏറ്റ്, ഇപ്പൊ തന്നെ കഴിച്ചു എന്ന് പറയാനായിട്ട് ഇപ്പൊ തന്നെ കഴിച്ചു, ഇപ്പൊ തന്നെ അറൈവ് ചെയ്തു, അങ്ങനെ പറയാനായിട്ട് എങ്ങനെയാണ്? വിയാന്ത് എന്നുള്ള ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ സ്പോക്കൺ ഫ്രഞ്ചിലാവുമ്പോൾ വി ജസ്റ്റ് ഏറ്റ്, വി ജസ്റ്റ് അറൈവ്ഡ്, അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? ഇപ്പോൾ ON ആണ് നമ്മൾ ഓ എന്നുള്ളത് വി എന്നുള്ള സ്പോക്കൺ ഫ്രഞ്ചിൽ നമ്മൾ വീനെ എന്താ പറയുന്നത്? ON ആണ്. അപ്പൊ ഓം വിയാന്ത് മോഞ്ചെ, നമ്മൾ ഇപ്പൊ തന്നെ കഴിച്ചു, നമ്മളിപ്പോ വി ജസ്റ്റ് ഏറ്റ് എന്നെങ്ങനെ പറയാം? ഓം വിയാന്ത് മോഞ്ചെ എന്നാണ് നമ്മൾ ഇപ്പൊ തന്നെ വി ജസ്റ്റ് ഏറ്റ് എന്ന് പറയാനായിട്ട്. ഓം വിയാന്ത് മോഞ്ചെ എന്നാണ് ഈറ്റ് എന്നുള്ളതിന് പറയാം. നെക്സ്റ്റ് ഞാൻ വി ജസ്റ്റ് അറൈവ്ഡ്, ഇപ്പൊ തന്നെ ഞങ്ങൾ വന്നു. സോ എങ്ങനെ പറയുക? ജസ്റ്റ് അറൈവ്ഡ്. ഓം വിയാന്ത് അറീവേ, ഓം വിയ ദാരീവേ എന്നാണ് പറയുന്നത്. ഓം വിയ ദാരീവേ. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത്, അപ്പൊ ഓം വെച്ചിട്ടുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ VIENT ഫോം ആണ് ഇപ്പൊ വെച്ചത്. അപ്പൊ ഇനി നമ്മൾ റിട്ടൺ ഫോമിലാണെങ്കിൽ ന്യൂ എന്നുള്ള ഫോം ആണല്ലോ വെക്കുന്നത്. അപ്പൊ ന്യൂ എന്നുള്ളതിന്റെ ഒപ്പം എന്താണ്? വെനോ എന്നാണ് നമ്മൾ പറയുന്നത്. വെനോ, VENONS, ONS ആണ് നമ്മൾ ന്യൂവിന്റെ ഒപ്പം വെക്കുന്നത്. അപ്പോൾ ന്യൂ വെനോ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് we just finished the work. ഇതും അതേപോലെ തന്നെ ഇപ്പൊ തന്നെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. we just finished the work എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ nous venons de terminer le travail. Nous venons de terminer is finish. So we just finished the work. Nous venons de terminer le travail is work. So le travail, we just finished the work. The next എനിക്ക് പറയേണ്ടത് we come from the railway station. ആണ് അടുത്തത് എനിക്ക് പറയേണ്ടത്. അപ്പൊ nous venons de la gare. എന്നാണ്. കാർ ഈസ് റെയിൽവേ സ്റ്റേഷൻ. GARE എന്നാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനെ പറയുന്നത്. nous venons de la gare. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് എന്താണ്? ദേ ഫോർമാറ്റിലുള്ളതാണ് പറയേണ്ടത്. അപ്പൊ ദേ ഫോർമാറ്റിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? VN എന്നുള്ള ഫോമാണ്. VIENNENT. അതാണ് എന്താണ് കോൺജുഗേറ്റഡ് ഫോംസ് ഓഫ് വെനീർ. പ്ലൂറൽ ഫോമിൽ VIENNENT. അതിനെ പറയുന്നത് ഇങ്ങനെ VN എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ VN എന്ന് ദേ കം ടുഗെദർ.
ദേ കം ടുഗെദർ എന്ന് തന്നെ എനിക്ക് പറയണം. അപ്പോൾ പ്ലൂറൽ അതായത് മിക്സഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മെയിൽ ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇൽ വിയൻ ഓൺസോംബിൾ, നമ്മൾ എൻസെമ്പിൾ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പൊ ഇൽ വിയൻ ഓൺസോംബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓൺസോംബിൾ, രണ്ട് നേസൽ സൗണ്ട് ആണ്. ഓൺസോംബിൾ, ഇഎന്നും ഇഎമ്മും ഉണ്ട് ഓൺസോംബിൾ എന്ന് പറയുമ്പോൾ. സോ ഇൽ വിയൻ ഓൺസോംബിൾ, ദേ കം ടുഗെദർ, ഇൽ വിയൻ ഓൺസോംബിൾ എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് they come with his friends എന്നാണ് എനിക്ക് പറയുന്നത്. they come with his friends എങ്ങനെ പറയുക? il vient avec ses amis, il vient avec ses amis. avec എന്ന് പറഞ്ഞാൽ വിത്ത് ആണ്. ses amis his friends or her friends. so il vient avec ses amis എന്ന് പറയാം. then next എനിക്ക് പറയേണ്ടത് they come every day, അവർ എല്ലാ ദിവസവും വരാറുണ്ട്. they come every day അങ്ങനെ പറയുക. every day എന്നുള്ളതിന് നമ്മൾ tous les jours എന്ന് പറയാം. two means all, les jours is days. so all days or every days എന്ന് പറയാം. il vient tous les jours എന്ന് പറയാം. il vient tous les jours. viennൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? nt എന്നുള്ളത് ഉണ്ട്. nt നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ലെങ്കിലും vn എന്നാണ് അത് പറയുന്നത്. അപ്പോൾ vn, VIENNENT. ദെൻ നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് സമയമൊക്കെ ചോദിക്കുക. അതായത് അവർ എത്ര മണിക്കാണ് വന്നത്, ഈ ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽസ് എത്ര മണിക്കാണ് വന്നത്, അവർ എത്ര മണിക്കാണ് വന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽസിനെ ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അതായത് ദേ തന്നെയാണ്, പക്ഷെ എന്താ വെച്ചെങ്കിൽ ഫീമെയിൽ ഗ്രൂപ്പാണ് ഇവിടെ. അപ്പോൾ എൽ എന്നുള്ള ഫോമാണ് നമ്മൾ, ഇല്ലല്ല ഉപയോഗിക്കുന്നത്, ELLES ആണ്. അപ്പോൾ എൽ വിയൻ ആ കെല്ലർ, കെല്ലർ എന്നാണ് നമ്മൾ സമയം ചോദിക്കുന്നതിന് പറയുന്നത്. അപ്പൊ എത്ര മണിക്കാണ്? കെല്ലർ, കെല്ലറേറ്റിൽ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം ചോദിക്കുക. അപ്പോൾ എൽ വിയൻ ആ കെല്ലർ എന്നാണ് നമ്മൾ പറയുക. സോ ദേ കം at what time എങ്ങനെ പറയുക? എൽ വിയൻ ആ കെല്ലർ, ആ കെല്ലർ ഏത് ടൈമിലാണ്? കെല്ലർ, HEURE എന്നാണ് എന്താ നമ്മൾ ആർ എന്നുള്ളതിനൊക്കെ ടൈം എന്നുള്ളതിനൊക്കെ നമ്മൾ പറയാം. അപ്പൊ കെല്ലർ ഈസ് വാട്ട് ടൈം. സോ എൽ വിയൻ ആ കെല്ലർ, അവർ എത്ര മണിക്കാണ് വന്നത്. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് they just started, അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പൊ തന്നെ they just begun എന്നാണ് പറയേണ്ടത്. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തോ ഒരു ആക്ടിവിറ്റി ഇപ്പൊ തന്നെ തുടങ്ങി എന്നാണ് നമുക്ക് പറയേണ്ടത്. സോ എങ്ങനെ പറയുക? എൽ വിയൻ ദ commencer, whatever the activity they just started it. so el vient de commencer. these are 25 sentences with the verb venir and its different forms. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഈ ഡിഫറെന്റ് ഫോംസ് നോക്കാം. സോ എല്ലാ ഇതിന്റെ ഒപ്പം ഐ യു അങ്ങനെയുള്ള സബ്ജക്ട് പ്രൊനൗണിന്റെ ഒപ്പം ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. എന്താണ്? ജെന്റെ ഒപ്പം എന്താണ് വരുന്നത്? ജുവിയ. യുവിന്റെ ഒപ്പം എന്താണ് വരുന്നത്? ചുവിയ. ദെൻ യു വേറെ ഫോം ഉണ്ടെന്നല്ലോ, വു വെനെ. ദെൻ ഹി ഓർ ഷീ കംസ് എന്നുള്ളതിന് ഇൽവിയ, എൽവിയ. ദെൻ നെക്സ്റ്റ് വി എന്നുള്ളതിന് സ്പോക്കൺ ഫ്രഞ്ചിൽ ഓംവിയ. സോ ഓംവിയ, ONVIENT, ഓംവിയ. ദെൻ നുവിന്റെ ഒപ്പം എന്താണ് വരുന്നത്? നു വെനു, നു വെനു. ONS ഫോം ആണ് നുവിന്റെ ഒപ്പം വരുന്നത്, നു വെനു. ദെൻ ഇൽ, ILS ഫോം ദേ ഫോം ആണ്. അപ്പോൾ ILS, ഇൽവിയൻ ആൻഡ് എൽവിയൻ. ഫീമെയിൽ ഗ്രൂപ്പ് ആണെങ്കിൽ എൽവിയൻ. സോ ജവിയ, ചുവിയ, വുവെനെ, ഇൽവിയ, എൽവിയ, ഓംവിയ. ദെൻ ഓംവിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഫോമാറ്റ് റിട്ടേൺ ഫോമിൽ എങ്ങനെയാണ്? ന്യൂ വെനു. ദെൻ ഇൽവിയൻ, എൽവിയൻ. സോ ദീസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് എന്താണ് വെനീർ എന്നുള്ള വേർബിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്, കോൺജുഗേറ്റഡ് ഫോംസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ദീസ് ആർ 25 എവറിഡേ സെന്റൻസസ്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സോ try making simple sentences with the verb venir and practice it and comment your small sentences in the comment box, and please subscribe if you haven't and share it to your friends, learning friends. Over. Bye bye.